നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ കേരള പോലീസ് ആക്ട് 2011 എന്ന മേഖലയിൽ നിന്നുമുള്ള കുറച്ച് സെക്ഷനുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സും മുന്നോട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്ഷൻ 117 കുറിച്ചാണ് അല്ലേ. സെക്ഷൻ 117 എന്താണ് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 117 പ്രതിപാദിക്കുന്നത് ശിക്ഷാവിധികളെക്കുറിച്ചാണ് അല്ലേ. ശിക്ഷാവിധികൾ എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ശിക്ഷാവിധികളാണ്? പെനാൽറ്റി ഫോർ ഇൻ്റർഫിയറിങ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ദ പോലീസ്. പോലീസിൻ്റെ പ്രവർത്തനങ്ങളിൽ അനധികൃതമായിട്ട് കൈകടത്തുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷകളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ പോലീസിൻ്റെ പ്രവർത്തനങ്ങളിൽ ആരെല്ലാം അനധികൃതമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാലും അവർക്ക് എന്തുണ്ടാവും? ശിക്ഷയുണ്ടാവും. ആ ശിക്ഷയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പെനാൽറ്റി ഫോർ ഇൻ്റർഫിയറിങ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ദ പോലീസ്. പോലീസിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ആളുകളുടെ ശിക്ഷയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതായത് ചുമതലകളിൽ ഇടപെട്ടാൽ അവർക്ക് എന്തുണ്ട്? ശിക്ഷ ഉറപ്പാണ്. എത്രയാണ് ശിക്ഷ? 3 വർഷത്തെ തടവ് അല്ലേ. 3 വർഷത്തെ പിഴയാണ്. അപ്പോൾ 3 വർഷം അതേപോലെ തന്നെ പിഴയുമുണ്ട്. ചിലപ്പോൾ രണ്ടും കൂടി കിട്ടിയെന്നും വരാം. 3 വർഷത്തെ തടവും പിഴയുമുണ്ട്. ചിലപ്പോൾ രണ്ടും കൂടി ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അപ്പോൾ എന്താണ് ഈ ശിക്ഷയ്ക്ക് കാരണമാകുന്ന സംഭവങ്ങളും നമുക്ക് നോക്കാം. അല്ല, എന്താണ്? പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക. പോലീസിൻ്റെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുക. പിന്നെയോ പോലീസിൻ്റെ ചുമതലകളിൽ നിയമവിരുദ്ധമായിട്ട് എന്ത് ചെയ്യുക? ഇടപെടുക. അപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. പിന്നെയോ പോലീസ് വേഷം കെട്ടി ആൾമാറാട്ടം നടത്തുന്ന ആളുകളുണ്ടാവും. അതേപോലെ പോലീസിൻ്റെ അന്വേഷണത്തെ വ്യാജമായ സന്ദേശങ്ങൾ നൽകി എന്ത് ചെയ്യുക? വഴിതെറ്റിക്കുക. സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യുക? ഭീഷണിപ്പെടുത്തുക, കയ്യേറ്റം ചെയ്യുക, തടയുക മുതലായ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതാണ് പെനാൽറ്റി ഫോർ ഇൻ്റർഫിയറിങ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ദ പോലീസ് എന്ന് പറയുന്നത്. പോലീസിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ 3 വർഷത്തെ തടവുണ്ട്, പിഴയുമുണ്ട്, രണ്ടും കൂടി ഇവിടെ ലഭിക്കുന്നതുമാണ്. അപ്പോൾ പോലീസിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക അല്ലേ, നിയമവിരുദ്ധമായിട്ട് പ്രവർത്തനങ്ങളിൽ ഇടപെടുക, പോലീസുകാരായിട്ട് ആൾമാറാട്ടം നടത്തുക, ഇതൊക്കെ ഈ ശിക്ഷയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇനി നമുക്ക് സെക്ഷൻ 118 എന്താണെന്ന് നോക്കാം അല്ലെ. സെക്ഷൻ 118 എന്താണ്? സെക്ഷൻ 118 പറയുന്നത് പെനാൽറ്റി ഫോർ കോസിങ് ഗ്രേവ് വയലേഷൻ ഓഫ് പബ്ലിക് ഓർഡർ എന്നാണ് പറയുന്നത്. പെനാൽറ്റി ഫോർ കോസിങ് ഗ്രേവ് വയലേഷൻ ഓഫ് പബ്ലിക് ഓർഡർ ഓർ ഡേഞ്ചർ എന്നാണ് പറയുന്നത്. പെനാൽറ്റി ഫോർ കോസിങ് ഗ്രേവ് വയലേഷൻ ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് ഡേഞ്ചർ എന്നാണ് പറയുന്നത്. ഗുരുതര ക്രമസമാധാന ലംഘനം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ. ഗുരുതര ക്രമസമാധാനമായ ലംഘനം, അപായം, അപകടങ്ങൾ എന്നിവയെക്കുറിച്ച് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്നിവ വരുത്തിക്കഴിഞ്ഞാലുള്ള ശിക്ഷയാണ്. അപ്പോൾ ഗുരുതരമായ ക്രമസമാധാന ലംഘനമോ അപകടമോ എന്നിവയൊക്കെ വരുത്തിക്കഴിഞ്ഞാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അവിടെ 3 വർഷത്തെ തടവും 10,000 രൂപ പിഴയുമാണുള്ളത് കേട്ടോ. 3 വർഷത്തെ തടവും 10,000 രൂപ പിഴയുമാണ് ഇവിടെ ഉള്ളത്. ഇത് എന്താണ് ഇതിനെപ്പറ്റി പറയുന്നതെന്ന് വെച്ചാൽ മറ്റൊരു കാര്യം കൂടി ഇവിടെയുണ്ട്. ഇത് വയലേഷനെ കുറിച്ചൊക്കെയല്ലേ പറയുന്നത്. അതിൽ തന്നെ ഒരു കേസ് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ട് ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 1 എന്ന് പറയുന്ന ആ മേഖലയുണ്ടല്ലോ, അഭിപ്രായ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന മേഖലയിൽ ഒരു കേസ് 2015 നടന്നിരുന്നു. ശ്രേയാസ് സിംഗാളും വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസാണ് 2015 നടന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 118 സബ് ക്ലോസ് D എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധം എന്ന പേരിൽ എന്ത് ചെയ്തു? റദ്ദ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നിവിടെ നമ്മൾ ഓർക്കുക. ഇനി ആരെല്ലാമാണ് സെക്ഷൻ 118 പ്രകാരം ശിക്ഷാർഹന്മാരെന്നുകൂടി നമ്മൾ അറിയണം അല്ലേ. അതായത് പൊതുസ്ഥലത്ത് ലഹരിക്ക് അടിപ്പെട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിയും ഈ പറയുന്ന സെക്ഷൻ 118 പ്രകാരം ശിക്ഷാർഹനാണ്. പൊതുസ്ഥലത്ത് ലഹരിക്ക് അടിപ്പെട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിയും സെക്ഷൻ 118 പ്രകാരം ശിക്ഷാർഹനാണ്. പിന്നെയോ പോലീസ്, ഫയർഫോഴ്സ് എന്നിവയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ വഴിതെറ്റിക്കുന്ന ആൾക്കാരുണ്ടാകുമല്ലോ, അവരും ശിക്ഷാർഹരാണ് എന്നാണ് പറയുന്നത്. പിന്നെയോ അവശ്യ സർവീസിന് കേടുപാട് വരുത്തുന്ന ആൾക്കാരുണ്ട്. അവശ്യ സർവീസ്, അതായത് അവശ്യ സർവീസ് എന്ന് പറയുന്ന നേരത്ത് ആംബുലൻസ് അല്ലെ, ഇലക്ട്രിസിറ്റി, ഫയർഫോഴ്സ്, ഇതൊക്കെ എന്താണ്? അവശ്യ സർവീസുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അവശ്യ സർവീസുകൾക്ക് കേടുപാട് വരുത്തുന്ന ഏതൊരു വ്യക്തിയും എന്താണ്? സെക്ഷൻ 118 പ്രകാരം ശിക്ഷാർഹമാണ്. അതേപോലെ സന്ദേശം, കത്ത് എന്നിവ അയച്ചുകൊണ്ട്, അതായത് പല പല മാധ്യമങ്ങളിലൂടെ, ഓൺലൈൻ മീഡിയകളിലൂടെയാവാം, അല്ലെങ്കിൽ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് വഴിയാവാം, ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം, എന്താണ്? സന്ദേശമോ കത്തോ എന്നിവ അയച്ച് അസഹ്യത ഉണ്ടാക്കുന്ന പ്രവർത്തനം നടത്തുന്ന ആളുകളും ഈ പറയുന്ന സെക്ഷൻ 118 പ്രകാരം ശിക്ഷാർഹരാണ് എന്നാണ് പറയുന്നത്. ഇനിയോ പൊതുസുരക്ഷയിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരുണ്ടാവുമല്ലോ. പൊതുസുരക്ഷയിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരും എന്താണ്? ശിക്ഷാർഹരായിട്ടുള്ള ആൾക്കാരാണ്. സ്ഫോടക വസ്തു കടത്തിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ പടക്കമൊക്കെ വൻതോതിൽ വാങ്ങി കാറിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശിക്ഷാർഹരാണെന്നാണ് പറയുന്നത് അല്ലേ.
ഗുണ്ട ആക്ട് പ്രകാരം പ്രവൃത്തി ചെയ്യുക എന്ന് പറയുന്ന ആൾക്കാരും എന്താണ്, ഇത്തരത്തിൽ പെടുന്ന ആൾക്കാരാണ്. ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുക എന്ന് പറയുന്നതും എന്താണ്, ശിക്ഷാർഹമായിട്ടുള്ള നടപടികളാണ് എന്നാണ് സെക്ഷൻ 118 പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് സെക്ഷൻ 119 എന്താണെന്ന് നോക്കാം അല്ലേ. സെക്ഷൻ 119 പണിഷ്മെൻറ്റ് ഫോർ അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൺ, അതായത് സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷാവിധികളെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ചുള്ള ശിക്ഷാവിധികളെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് അല്ലേ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവും 10,000 രൂപ പിഴയുണ്ട് അല്ലേ. 3 വർഷം വരെ തടവും 10,000 രൂപ പിഴയുമാണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളിൽ ഉള്ള ശിക്ഷയായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെയോ പൊതുസ്ഥലത്ത് സ്ത്രീകളുടെ അന്തസ്സിന് ഹാനികരമാകുന്ന പ്രവൃത്തി ചെയ്യുക എന്ന് പറയണല്ലേ. പൊതുസ്ഥലത്ത് സ്ത്രീകളുടെ അന്തസ്സിന് ഹാനികരമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതും ശിക്ഷാർഹമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെയോ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, എടുത്ത വീഡിയോസ് പ്രചരിപ്പിക്കുക, ഈ പ്രക്രിയ ചെയ്യുന്നതും എന്താണ്, ശിക്ഷാർഹമാണ് എന്ന് പറയുന്നു. ഇത്തരത്തിലൊരു പരാതി ലഭിച്ചാൽ, സ്ത്രീയുടെ പരാതി ലഭിച്ചാൽ നടപടി സ്വീകരിക്കേണ്ടതാണ് ആരെന്ന് പറയുന്നത്, ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ. അങ്ങനെയുള്ള അധികാര കേന്ദ്രങ്ങൾ നടപടി സ്വീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ അവർക്കുമുണ്ട് പിഴ. 1000 രൂപയാണ് അവരുടെ പിഴയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള പോലീസ് ആക്ട് 2011 പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും മെൻഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.